അങ്ങനെ നമ്മൾ ചീവീട് ഉറുമ്പിൻ്റെ അടുത്തേക്ക് പോവാണ്. ഹി വിഷ്ഡ്, ആ ചീവീട് ആഗ്രഹിച്ചത് ഒൺലി ടു ബോറോ, കടം വാങ്ങാൻ മാത്രമാണ്. ബോറോ എന്ന് പറഞ്ഞാൽ കടം വാങ്ങാം. എങ്ങനെ? ഹി വുഡ് റീപേ ഇറ്റ് ടുമോറോ, അവനത് നാളെ തിരിച്ചടക്കും. ഹി വുഡ് റീപേ, അവനത് തിരിച്ചടക്കും. ടുമോറോ, നാളെ. നാളെ എന്ന് പറഞ്ഞാൽ പിന്നീട് തൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ധാന്യം ഉണ്ടാകുന്ന സമയത്ത് തിരിച്ചു കൊടുക്കാം. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇഫ് നോട്ട്, അങ്ങനെ ഇവനൊന്നും തിന്നാൻ ലഭിച്ചില്ല എങ്കിൽ ഹി മസ്റ്റ് ഡൈ, ഇവൻ എന്തായാലും മരിച്ചു പോകും. ഓഫ് സ്റ്റാർവേഷൻ, വിശന്നുകൊണ്ടും. ആൻഡ് സോറോ, ദുഃഖം കൊണ്ടും. സ്റ്റാർവേഷൻ വിശപ്പ്, സോറോ എന്ന് പറഞ്ഞാൽ ദുഃഖം. ആ സമയത്ത് ഉറുമ്പുകൾ പറയാണ്, സെയ്സ് ദി ആൻഡ്, ഉറുമ്പ് പറയുന്നു, ടു ദി ക്രിക്കറ്റ്, ഈ ചീവീടിനോട് ഉറുമ്പ് പറയാ, ഐ ആം യുവർ സെർവൻറ്റ്, ഞാൻ നിൻ്റെ സെർവൻ്റാണ്, നിൻ്റെ അടിമയാണ്, നിൻ്റെ സേവകനാണ്. ആൻഡ് ഫ്രണ്ട്, മാത്രമല്ല നിൻ്റെ കൂട്ടുകാരനാണ്. ഞാൻ നിൻ്റെ കൂട്ടുകാരനാണ് എന്നതൊക്കെ ശരി തന്നെ. പക്ഷേ വി ആൻഡ്സ്, നമ്മൾ ഉറുമ്പുകൾ, നെവർ ബോറോ, ഒരിക്കലും കടം വാങ്ങാറില്ല. ആരോടും കടം വാങ്ങാറില്ല. അതുപോലെ തന്നെ വി ആൻഡ്സ്, നമ്മൾ ഉറുമ്പുകൾ, നെവർ ലെൻഡ്, ഒരിക്കലും കടം കൊടുക്കാറുമില്ല. ആരോടും കടം വാങ്ങാറുമില്ല, ആർക്കും കടം കൊടുക്കാറുമില്ല. ബോറോ കടം വാങ്ങുക, ലെൻഡ് കടം കൊടുക്കുക. ബട്ട് പക്ഷേ, ടെൽ മീ, എന്നോട് പറയൂ, ഡിയർ ക്രിക്കറ്റ്, പ്രിയപ്പെട്ട ചീവീടെ, ജി പറ, ഡിഡ് യു ലേ നത്തിങ് ബൈ വെൻ ദി വെദർ വാസ് വാം, നല്ല ചൂടുകാലമായപ്പോൾ നീ ഒന്നും എടുത്തു വച്ചിട്ടില്ലേ? ലേ ബൈ എന്ന് പറഞ്ഞാൽ എടുത്തു വെക്കുക, സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ ലേ നത്തിങ് ബൈ, നീ ഒന്നും എടുത്തു വച്ചിട്ടില്ലേ? വെൻ ദി വെദർ വാസ് വാം, വെദർ കാലാവസ്ഥ, കാലാവസ്ഥ വാം ചൂടുള്ളതായപ്പോൾ, ചൂട് സമയത്ത് നീ ഒന്നും എടുത്തു വെച്ചില്ലേ? ഇപ്പോഴാണ് ആലോചിക്കുന്നത്. കോത്ത് ദ ക്രിക്കറ്റ്, ക്രിക്കറ്റ് പറഞ്ഞു. കോത്ത് എന്നാൽ പറഞ്ഞു, അത് പഴയ ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷിൻ്റെ പഴയ രീതിയാണ്, ഇപ്പോൾ അതിങ്ങനെ ഉപയോഗിക്കാറില്ല. കോത്ത് എന്നാൽ പറഞ്ഞു എന്നാണ്. നോട്ടൈ, ഇല്ല, ഞാൻ അങ്ങനെ എടുത്തു വെച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് ക്രിക്കറ്റ് പറയാണ്, ചീവീട് പറയാണ്, മൈ ഹേർട്ട് വാസ് സോ ലൈറ്റ്, എൻ്റെ ഹൃദയം നല്ല ലൈറ്റ്, നല്ല നേരിയ ഹൃദയമാണ്, അതായത് ലോല ഹൃദയനാണ്, ഞാൻ പാവ ആളാണ്. ദാറ്റ്, അതുകൊണ്ട് ഐ സാങ്, ഞാൻ പാട്ടുപാടി. സിങ് പാട്ടുപാടുക, സാങ് പാട്ടുപാടി. ഡേ ആൻഡ് നൈറ്റ്, രാപ്പകൽ ഞാൻ പാട്ടുപാടി. ഫോർ, കാരണം, ആൾ നാച്ചർ, ആ സമയത്ത് പ്രകൃതി മുഴുവൻ, ലുക്ക്ഡ്, എനിക്ക് തോന്നി, ഗേ, നല്ല സുന്ദരമായിട്ട്, എനിക്ക് പ്രകൃതിയൊക്കെ നല്ല മനോഹരമായിട്ട് തോന്നി. ഗേൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞിരുന്നു, ഗേ സമ്മർ. ഇത് കേട്ടപ്പോൾ ഉറുമ്പിന് ദേഷ്യം പിടിച്ച്. യു സാങ്, നീ പാട്ടുപാടിയോ? സാർ, യു സേ, നീ പറയുന്നത് നിങ്ങൾ പാട്ടുപാടിയെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഗോ ദെൻ, എന്നാൽ നല്ല സ്ഥലം വിട്ടോ. സേസ് ദ ആൻഡ്, പിന്നെ ഉറുമ്പ് പറഞ്ഞു, എന്നാൽ വേഗം സ്ഥലം വിട്ടോ. ആൻഡ് ഡാൻസ് ദ വിൻ്റർ അവേ, വിൻ്ററിൽ എന്ത് ചെയ്തോ? ഡാൻസ് ചെയ്തോ. പിന്നെ ചൂട് കാലത്ത് എന്തായാലും പാട്ട് പാടിയല്ലേ, എന്നാൽ തണുപ്പ് കാലത്ത് ഡാൻസ് ചെയ്ത് നടന്നോ എന്ന് ഉറുമ്പ് പരിഹസിച്ചു. ദസ് എൻഡിങ്, അങ്ങനെ അവസാനം, ഹി, ആ ഉറുമ്പ്, ഹാസ്റ്റിലി, തിടുക്കത്തിൽ, ലിഫ്റ്റഡ്, ഉയർത്തി, ദ വിക്കറ്റ്, തൻ്റെ ഡോറ്. വിക്കറ്റ് പറഞ്ഞാൽ ചെറിയ ഡോറിനാണ്, ഈ ഉറുമ്പിനൊക്കെ ചെറിയ ഡോറായിരിക്കുമല്ലോ ഉറുമ്പിൻ്റെ കൂടെയൊക്കെ, അതിനെ വിക്കറ്റ് എന്നറിയാം. വാതിലെന്നാണ് അർത്ഥം. അപ്പോൾ വാതിലടച്ചു എന്ന് ആശയം. ലിഫ്റ്റ് ഉയർത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ അടച്ചു എന്ന് വെച്ചാൽ മതി. അങ്ങനെ ഉറുമ്പ് എന്ത് ചെയ്തു? വാതിലടച്ചു. പിന്നെ ഇവനൊന്നും ചെയ്യാനില്ല. ആൻഡ് ഔട്ട് ഓഫ് ദ ഡോർ, ഈ വാതിലിന് പുറത്ത്, ടേൺഡ്, തിരിഞ്ഞു നടന്നു, ദ പുവർ ലിറ്റിൽ ക്രിക്കറ്റ്, ഈ പാവം ശീവീട് എന്ത് ചെയ്തു? തിരിഞ്ഞു നടന്നു. ഈ കവിത കഴിഞ്ഞു. അതിനുശേഷം ഈ പോയറ്റ് പറയണം, ഈ കവിതൻ്റെ വാക്യം എന്നാണ്, ഫോക്സ് കോൾ ദിസ് എ ഫാബിൾ. ഫോക്സ് എന്നാൽ ആളുകൾ, സാധാരണ ജനങ്ങൾ, കോൾ ദിസ്, ഇതിനെ വിളിക്കും, എ ഫാബിൾ, ഇതൊരു കെട്ടുകഥയാണെന്ന് ആളുകൾ പറയും. ഇത് വെറും കെട്ടുകഥയാണ്. ഐ വിൽ വാറൻറ്റ് ഇറ്റ് ട്രൂ, അവർ പറയുന്നത് ശരി തന്നെ, ഇതൊരു കെട്ടുകഥ തന്നെയാണ്. വാറൻറ്റ് പറഞ്ഞാൽ ഞാൻ ഉറപ്പ് കൊടുക്കുന്നു, ഇറ്റ് ട്രൂ, ഇത് ശരിയാണെന്ന്. പക്ഷേ നമുക്കിടയിലും രണ്ട്
കാലുകളുള്ള ഇരുകാലികളായ കുറേ ക്രിക്കറ്റ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അവസാനം പറയുന്നത് സം ക്രിക്കറ്റ്സ് ഹാവ് 4 legs. ചില ചീവീടുകൾക്ക് 4 കാലുണ്ട്. ഇത് നമ്മൾ സാധാ കാണുന്ന ചീവീട്. എന്നാൽ സം ഹാവ് 2. ചില ചീവീടുകൾക്ക് 2 കാലാണുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചാണ്. അത് നമുക്കിടയിലും കുറേ ചീവീടുകളുണ്ട്. അത് ആവുന്ന സമയത്തൊരു പണിയെടുക്കാതെ ബാക്കിയുള്ളവർ അധ്വാനിക്കുമ്പോൾ ഇങ്ങനെ വെറുതെ നടക്കും. അവസാനം അവരോട് പോയി കടം ചോദിക്കാം. അങ്ങനത്തെ കുറേ ആൾക്കാർ നമുക്കിടയിലും ജീവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സംഭവം ഇത് ഉറുമ്പും ചീവീടുമാണ് കഥാപാത്രങ്ങളെങ്കിലും നമ്മുടെ റിയൽ ലൈഫിലും ഇതേ കഥ നമുക്ക് പലർക്കും അനുഭവം ഉണ്ടാവാറുണ്ട് എന്നാണ് അതിൻ്റെ ആശയം.